മിശിഹായിൽ സ്നേഹം നിറഞ്ഞവരെ, കടൽ കടന്ന കനൽവെടികൾ പാഠവും പൊരുളും വർത്തമാന പുസ്തകം ഒരു ചരിത്ര വിചാരം നമ്മുടെ പഠന പരമ്പര മുന്നോട്ട് പോവുകയാണ്. സ്നേഹപൂർവ്വം പ്രാർത്ഥനാപൂർവ്വം നമുക്ക് ക്ലാസ്സുകൾ മുന്നോട്ട് നയിക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. തമ്പുരാൻ്റെ വലിയ കൃപ കൊണ്ടാണ് നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുക. നാളെ ഇതുവരെയുള്ള തമ്പുരാൻ്റെ പ്രത്യേകമായ കരുതൽ നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ അനുഗ്രഹദായകമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലായതാണ്. നമുക്ക് സ്നേഹപൂർവ്വം തമ്പുരാൻ്റെ മുമ്പിൽ ശിരസ്സ് വെച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, ഇതിൻ്റെ കരുണ ഞങ്ങളുടെ മേൽ ചൊരിയണമേ. സഭയെ ധുരമായി നയിച്ച ഞങ്ങളുടെ പൂർവികരുടെ ചരിത്രം ധീരതയോടെ മനസ്സിലാക്കുവാനും അതനുസരിച്ച് കൂടുതൽ ശക്തമായ രീതിയിൽ സഭയ്ക്ക് വേണ്ടി, സഭയുടെ ദൗത്യത്തിനു വേണ്ടി ഒരു നവസുവിശേഷവൽക്കരണം പോലെ ആ പുതിയ ദൗത്യവുമായി മുന്നോട്ട് പോകുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. സഭയെ കൂടുതൽ മനസ്സിലാക്കുവാനായിട്ടും ശക്തിപ്പെടുത്തുവാനും സ്വയം സിദ്ധിപ്പെടുവാനും ഈശോയുടെ വലിയ സ്നേഹത്തിൽ എപ്പോഴും ഭാഗമാകാതിരിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധമേ മാതാവേ, മാർ യോസേപ്പേ, ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. പ്രിയ സഹോദരങ്ങളെ, 59-ാമത്തെ പാഠം നമ്മളിന്ന് പഠനവിധേയമാക്കുന്നു. 57-ാമത്തെ ക്ലാസ്സാണ്. പേജ് നമ്പർ 332 മുതൽ 338 വരെയുള്ള ഭാഗങ്ങളിലാണ് 59-ാം പാഠം നമ്മൾ കാണുക. ജോൺ മാളിയേക്കൽ സാറ് ഭാഷാന്തരം നടത്തിയ വർത്തമാന പുസ്തകമാണ് നമ്മുടെ പഠനത്തിൻ്റെ ആധികാരികമായ പുസ്തകമായിട്ട് ഉപയോഗിക്കുക. മലങ്കര സഭയുടെ ചരിത്രത്തിലെ സുപ്രധാന ഏടായ വർത്തമാന പുസ്തകത്തിലെ 59-ാം പാഠത്തെ ആസ്പദമാക്കി 5 ആശയങ്ങളായി പാറേമാക്ക തോമാ കത്തനാരുടെ വിവരണ ശൈലിയും അന്നത്തെ സാഹചര്യങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഉള്ള പഠന പരമ്പരയാണ് നമ്മളിന്ന് കേൾക്കാനായിട്ട് പോവുക. ലിസ്ബണിലെ താമസവും അധികാര രാഷ്ട്രീയവും സൗഹൃദത്തിലെ വിള്ളലുകളുമൊക്കെ ഇന്ന് നമ്മൾ ചർച്ചാ വിഷയമാക്കുന്നു. ഒന്നാമത്തെ ആശയം, ലിസ്ബണിലെ താമസവും ലൂബിസ് അന്തോനിയുടെ ആതിഥേയത്വവും. റോമിൽ നിന്നുള്ള മടക്കയാത്രയിൽ ലിസ്ബണിലെത്തിയ കത്തനാർക്കും കരിയാറ്റി മൽപ്പാനും താമസമൊരുക്കുന്നതിൽ കയത്താനോസ് പാതിരി വലിയ പങ്കുവഹിച്ചു. തുടക്കത്തിൽ 2 മാന്യന്മാരുടെ വീടുകളിലായി ഇവരെ താമസിപ്പിക്കാനാണ് പദ്ധതിയിട്ടതെങ്കിലും മാന്യന്മാരുടെ വീട്ടിൽ വസിക്കുവാൻ വളരെ ആചാരവും ക്രമവും പാലിക്കേണ്ടതുണ്ട് എന്ന കാരണത്താൽ അവർ മുമ്പ് താമസിച്ചിരുന്ന സംബന്ധു ആശ്രമത്തെ തന്നെ ആശ്രയിക്കാൻ തീരുമാനിച്ചു. എന്നാൽ ഇടം കിട്ടുന്നതുവരെ ലിസ്ബണിലെ പ്രമുഖനായ ലൂവിസ് അന്തോനിയുടെ വീട്ടിലാണവർ കഴിഞ്ഞത്. ലൂവിസ് അന്തോനി അവരെ സന്തോഷം സ്വീകരിക്കുകയും തൻ്റെ മാളിക മുറിയിൽ താമസവും കട്ടിലുകളും ഭക്ഷണവും ഒരുക്കി ആദരിക്കുകയും ചെയ്തു. മുൻപാദങ്ങൾ കണ്ടതുപോലെ വിദേശ മണ്ണിൽ യാത്രക്കാർക്ക് ലഭിക്കുന്ന ഇത്തരം വ്യക്തിപരമായ സഹായങ്ങൾ അവരുടെ ദൗത്യത്തിന് വലിയ ആശ്വാസമായിരുന്നു. രണ്ടാമത്തെ ആശയം ഇതാണ്, രാജാവിനെയും രാജ്ഞിയെയും സന്ദർശിക്കൽ. ഈ യാത്രയുടെ പ്രധാന ലക്ഷ്യങ്ങളിലൊന്ന് പോർച്ചുഗീസ് അധികാരികളെ നേരിൽ കണ്ട് പരാതികൾ ബോധിപ്പിക്കുക എന്നതായിരുന്നു. ലിസ്ബണിൽ എത്തിയതിൻ്റെ പിറ്റേ ദിവസം തന്നെ അവർ രാജസന്നിധിയിലെത്തി. രാജാവും രാജ്ഞിയും കുളിക്കാനായി പോകുന്ന നേരത്താണ് അവർ കൈമുത്തി വന്ദിച്ചത്. ഇവർ റോമയ്ക്ക് പോയിട്ട് ഒന്നും കിട്ടിയില്ലല്ലോ എന്ന രാജ്ഞിയുടെ പരിഹാസം കലർന്ന വാക്കുകൾ റോമിലെ ദൗത്യം വേണ്ടത്ര വിജയിച്ചില്ല എന്ന യാഥാർത്ഥ്യത്തെ സൂചിപ്പിക്കുന്നു. എന്നാൽ കയത്താനോസ് പാതിരി രാജകാരുണ്യത്താൽ എല്ലാം സാധിക്കുമെന്ന് ഉണർത്തിച്ചു. ഇത് അന്നത്തെ സഭാഭരണത്തിൽ രാജകീയ ഇടപെടലുകൾക്കുള്ള സ്വാധീനത്തെ വ്യക്തമാക്കുന്നതാണ്. മൂന്നാമത്തെ ആശയം, സൗഹൃദങ്ങളിലെ വിള്ളലുകളും മാർക്കസിൻ്റെ വിടവാങ്ങലും. ഈ പാദത്തിലെ പ്രധാനപ്പെട്ട ഒരു വഴിത്തിരിവ് കയത്താനോസ് പാതിരിയും ലൂവിസ് അന്തോനിയും തമ്മിലുണ്ടായ പിണക്കമാണ്. ഇത് കത്തനാർക്കും സംഘത്തിനും വലിയ പ്രതിസന്ധി ഉണ്ടാക്കി. അതിലുപരി കത്തനാരുടെ ഉറ്റ സുഹൃത്തായ മാർക്കസ് ഉസ്തന്തീനിയും കയത്താനോസ് പാതിരിയുമായി ശത്രുതയിലായി. മാർക്കസിൻ്റെ അമിതമായ ഭക്തിയും വിശുദ്ധരുടെ പള്ളികളിൽ പോയി പ്രാർത്ഥിക്കുന്ന ശീലവുമാണ് കയത്താനോസിനെ ചൊടിപ്പിച്ചത്. കയത്താനോസ് പാതിരിയുടെ നിയന്ത്രണങ്ങളെ മാർക്കസ് എതിർത്തതോടെ അദ്ദേഹം കൊളന്തീനായിക്ക് മടങ്ങാൻ തീരുമാനിച്ചു. മർക്കസ് പോകുമ്പോൾ കത്തനാർക്ക് നൽകിയ വസ്ത്രങ്ങളും തുവാലകളും അവരുടെ
ദൃഢമായ സൗഹൃദത്തിൻ്റെ സ്മാരകങ്ങളാണ്. നാലാമത്തെ ആശയം കയത്താനോസ് പാതിരിയുടെ തന്ത്രപരമായ നീക്കങ്ങൾ. കയത്താനോസ് പാതിരി കത്തനാർക്കും സംഘത്തിനുമേൽ ഒരു നിരോധനം ഏർപ്പെടുത്തി. പ്രധാനികളുടെ വീടുകളിൽ താൻ അറിയാതെ പോകരുത് എന്നതായിരുന്നു അത്. കത്തനാർ ഇതിനെ വിശകലനം ചെയ്യുന്നത് വളരെ ശ്രദ്ധേയമാണ്. ഞങ്ങളുടെ പരിചയക്കുറവ് കൊണ്ടല്ല, പിന്നെയോ ഞങ്ങൾ കൂടി ശ്രമിച്ചാൽ കാര്യം താൻ ഉദ്ദേശിച്ച കടവിൽ കൊണ്ടുപോയി കെട്ടുവാൻ സാധിക്കാതെ പോകുമെന്ന ഭയം കൊണ്ടാണ്. കയത്താനോസിന് സ്വന്തം താൽപ്പര്യങ്ങളുണ്ടായിരുന്നുവെന്ന് കത്തനാർ ഇവിടെ മുൻകൂട്ടി കാണുന്നു. എങ്കിലും ഭാഷാപരിമിതിയും സ്വാധീനക്കുറവും കാരണം കത്തനാർ അത് അനുസരിക്കാൻ തയ്യാറായി. അഞ്ചാമത്തെ ആശയം ഗോവ മെത്രാപ്പോലീത്ത സ്ഥാനവും സഭാരാഷ്ട്രീയവും. കയത്താനോസ് പാതിരി മൽപ്പാനെയും കത്തനാരെയും രാജാവിന് മുമ്പിൽ കൊണ്ടുപോയി കൊടുങ്ങല്ലൂർ സഭയുടെ ഐക്യത്തെപ്പറ്റി സംസാരിക്കുന്നുണ്ടുവെങ്കിലും അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ ലക്ഷ്യം ഗോവ മെത്രാപ്പോലീത്ത സ്ഥാനം സ്വന്തമാക്കുക എന്നതായിരുന്നു. പൗരസ്ത്യ ദിക്കിൻ്റെ മുഴുവൻ അധികാരവും ഗോവയുടെ മെത്രാപ്പോലീത്തയ്ക്കാണെന്ന കീഴ്വഴക്കം അദ്ദേഹം മുതലെടുക്കാൻ ശ്രമിച്ചു. കരിയാറ്റി മൽപ്പാനേക്കാൾ സ്വന്തം മകൻ യൗസേഫ് പാതിരിയുടെ കീർത്തി വർദ്ധിപ്പിക്കാനാണ് അദ്ദേഹം ശ്രമിച്ചതെന്ന് കത്തനാർ തിരിച്ചറിയുന്നുണ്ട്. അധികാരമോഹവും സഭയുടെ നന്മയും തമ്മിലുള്ള സംഘർഷം ഈ പാദത്തിൽ വളരെ വ്യക്തമായി നിഴലിക്കുന്നു. ഇന്നത്തെ ക്ലാസ് സമാപിക്കുന്നു. സാധാരണ പറയാറുള്ളത് പോലെ തന്നെ ക്ലാസ് കേട്ടതിന് ശേഷമോ ക്ലാസ്സിന് മുമ്പോ വർത്തമാന പുസ്തകം ഓരോ പാദങ്ങളും അതത് പാദങ്ങൾ വായിക്കണമെന്ന കാര്യം സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുന്നു. നമുക്ക് ചോദ്യോത്തരങ്ങളിലേക്ക് പ്രവേശിക്കാം. ലിസ്ബണിൽ എത്തിയപ്പോൾ ആദ്യം ആരുടെ വീട്ടിലാണ് കത്തനാർ താമസിച്ചത്? ലൂയിസ് അന്തോണിയുടെ വീട്ടിൽ. മാന്യന്മാരുടെ വീട്ടിൽ താമസിക്കുന്നതിനേക്കാൾ സമ്പത്ത് ആശ്രമം നല്ലതാണെന്ന് പറയാൻ കാരണമെന്ത്? മാന്യന്മാരുടെ വീട്ടിൽ വസിക്കുമ്പോൾ പാലിക്കേണ്ട അമിതമായ ആചാരങ്ങളും കർമ്മങ്ങളും ഒഴിവാക്കാമെന്നും മുമ്പ് താമസിച്ച പരിചയമുള്ളതിനാലും. ഇവർ റോമയ്ക്ക് പോയിട്ടൊന്നും കിട്ടിയില്ലല്ലോ. ഈ വാക്കുകൾ ആരുടേതാണ്? പോർച്ചുഗൽ രാജ്ഞിയുടേത്. മാർക്കസ് കുസ്തീനിയും കയത്താനോസ് പാതിരിയും തമ്മിൽ പിണങ്ങാൻ കാരണമെന്ത്? നഗരത്തിലെ വിശുദ്ധരുടെ പള്ളികൾ തോറും പോയി പ്രാർത്ഥിക്കുന്ന മാർക്കസിൻ്റെ ഭക്തിനിഷ്ഠ കയത്താനോസ് തടയാൻ ശ്രമിച്ചതിനാൽ. പ്രധാനികളുടെ വീട്ടിൽ പോകുന്നതിനെ കയത്താനോസ് പാതിരി വിലക്കിയത് എന്തുകൊണ്ടാണെന്നാണ് കത്തനാർ വിചാരിക്കുന്നത്. കത്തനാർ സംഘം സ്വന്തം നിലയ്ക്ക് ശ്രമിച്ചാൽ കാര്യങ്ങൾ കയത്താനോസ് ഉദ്ദേശിച്ച രീതിയിൽ നടക്കില്ല എന്ന ഭയം കാരണം. സമ്പത്തു ആശ്രമത്തിൽ 4 പേർക്ക് താമസിക്കാൻ ആദ്യം അനുവാദം കിട്ടിയോ? ഇല്ല. ആദ്യം 2 പേർക്ക് മാത്രമാണ് അനുവാദം ലഭിച്ചത്. മറ്റുള്ളവർക്ക് രാജകൽപ്പന ആവശ്യമായിരുന്നു. രാജഭണ്ഡാര വിചാരിപ്പുകാരനായ പ്രമുഖനാരായിരുന്നു? അഞ്ച. കയത്താനോസ് പാതിരിയുടെ യഥാർത്ഥ ലക്ഷ്യം എന്തായിരുന്നുവെന്നാണ് കത്തനാർ തിരിച്ചറിയുന്നത്? ഗോവ മെത്രാപ്പോലീത്ത സ്ഥാനം സ്വന്തമാക്കുക എന്നത്. മാർക്കസ് തിരിച്ചു പോകുമ്പോൾ കത്തനാർക്കായി നൽകിയ സമ്മാനങ്ങൾ എന്തൊക്കെയായിരുന്നു? ഏതാനും കമ്മീസുകൾ, വെള്ളത്തൂവാലകൾ, വിരിപ്പുകൾ. കരിയാറ്റി മൽപ്പാനെ രാജാവിന് മുമ്പിൽ കയത്താനോസ് പാതിരിയെ പരിചയപ്പെടുത്തിയത് എങ്ങനെ? മലങ്കര കൊടുങ്ങല്ലൂർ മെത്രാപ്പോലീത്തയാക്കി വഴിക്കേണ്ട ആളെന്നും സഭകളുടെ ഐക്യത്തിനായി വന്നയാളെന്നും. അയ്യർപ്പ് എന്ന വാക്കിൻ്റെ അർത്ഥമെന്ത്? നീരസം അല്ലെങ്കിൽ പിണക്കം.